ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. ചില ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ വാങ്ങി സൂക്ഷിക്കും വീട്ടിൽ. എന്നാലോ അവർ ഉപയോഗിക്കണതോ ഏറ്റവും പഴയ വസ്തുക്കൾ മാത്രമായിരിക്കും. ഇപ്പോൾ കിച്ചണിലേക്കുള്ളതായാലും പിന്നെ അങ്ങനെ ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ വാങ്ങി സൂക്ഷിച്ച് വെക്കും. പക്ഷെ ഒന്നും അവർ ഉപയോഗിക്കില്ല. ഒക്കെ ഇന്ന് ഗസ്റ്റ് വരുന്ന സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് വെക്കും. സാധാരണ ഉപയോഗിക്കാൻ എന്നും പഴയതും പൊട്ടിയതും നിറം മങ്ങിയതുമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. ഇതെല്ലാം കാണുമ്പോൾ വാങ്ങി വയ്ക്കും. എന്തിനാണ്? ഗസ്റ്റ് വരുമ്പോൾ ഉപയോഗിക്കാൻ. എന്നെങ്കിലും വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത്. ഇവർ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ അവർക്കെന്നും എന്താണ്, ഈ പഴയത് മാത്രമേ ഉപയോഗിക്കാനുള്ള അവസരമുള്ളൂ. കാരണം ഇതെല്ലാം ഗസ്റ്റ് വരുമ്പോഴേക്കുള്ളതല്ലേ, സ്വന്തം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ചില ആൾക്കാർ അങ്ങനെയാണ്, അവരതൊന്നും ഉപയോഗിക്കില്ല. എന്നിട്ട് എന്നും ആ പഴയ സംഭവങ്ങളെ കൊണ്ട് അവരുടെ ജീവിതം മുഴുവനും അതുപയോഗിച്ച് അങ്ങനെ തീർക്കും. എന്നെങ്കിലും വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടി വാങ്ങി വയ്ക്കുന്ന സാധനങ്ങൾ എന്നെങ്കിലും വരുന്നത്. എന്നും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒരിക്കലും എന്നും ഉണ്ടാവില്ല. എന്നെങ്കിലുമൊക്കെ തന്നെയാണ് ഏത് വീട്ടിലും ഗസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ഗസ്റ്റിന് വേണ്ടി നമ്മളൊന്നും വാങ്ങി സൂക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ മറ്റ് സാധനങ്ങൾ ഉള്ളതുപോലെ ഉപയോഗിക്കാൻ നല്ല സാധനങ്ങളാണെങ്കിൽ ആ നല്ല സാധനങ്ങൾ തന്നെ അവർക്ക് ഉപയോഗിക്കാമല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയല്ലേ മറ്റുള്ളവർ വരുമ്പോൾ ഉപയോഗിക്കുന്നതും. ഈ വാങ്ങി വയ്ക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കുന്ന ആൾക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം അവർക്ക് വരില്ല. കാരണം ഇത് ഗസ്റ്റ് വന്നാലും അതെടുത്ത് ഉപയോഗിച്ചു, അതുപോലെ കഴുകി അവിടെ കൊണ്ടുപോയി, അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും അതുപോലെ തന്നെ തിരിച്ച് വെച്ച് അത് സൂക്ഷിച്ച് വയ്ക്കും, പിന്നെയും അടുത്തൊരു ഗസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ലതിന് അല്ലെങ്കിൽ നല്ലത് ഉപയോഗിക്കാൻ, നല്ല കാര്യങ്ങൾ ഉപയോഗിച്ച് തീർക്കാനുള്ളൊരു സമയം ഒരിക്കലും അവർ കണ്ടെത്തില്ല. അവരൊക്കെ അത് ശീലമായി കഴിഞ്ഞു. എന്നും പഴയത് അല്ലെങ്കിൽ എന്നും കേടുവന്ന ആ സംഭവങ്ങളോട് മാത്രം അവർക്ക് എന്നും വേണ്ടത്. അങ്ങനെയല്ല, നമ്മുടെ ജീവിതവും ഇതിനോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കും വേണ്ട നല്ലൊരു സംഭവങ്ങളെല്ലാം ഉപയോഗിക്കാനും നല്ലത് കാണാനും നല്ലത് ഉപയോഗിക്കാനും നല്ലത് എല്ലാം ഒരു ഇത് നമുക്കും വേണ്ടേ. നല്ലത് എന്നുള്ളൊരു സംഭവം നമുക്കും വേണ്ടേ. ചില ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് കേട്ടോ. അവരൊന്നും നല്ലത് ഉപയോഗിക്കില്ല. എല്ലാം സൂക്ഷിച്ച് വെച്ച് അവരുടെ കാലം അങ്ങനെ തീർന്നു പോകും. ചില ആൾക്കാർക്ക് അങ്ങനെ പരാതിയില്ലാതെ അവർക്ക് അതാവും ഇഷ്ടം. അവരങ്ങനെ ആ ഇഷ്ടത്തു കൂടെ അങ്ങനെ അത് ചെയ്തും കൊണ്ട് അങ്ങനെ പോകും ചില ആൾക്കാരൊക്കെയാണ് അത് തിരിച്ചറിഞ്ഞിട്ട് ഇത് അവനവനും ഉപയോഗിക്കാൻ വേറെ അവസരം ഉണ്ടാവില്ല. നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെയല്ലേ അതിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെയല്ലേ നമുക്കത് ഉപയോഗിക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടിയിട്ട് ഏതൊരു സാധനമാണെങ്കിലും നമ്മളും വേണം നല്ലതൊക്കെ ഉപയോഗിക്കാൻ. നമ്മുടെ അവസരങ്ങളും ജീവിതമൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കലിനല്ല, നമ്മളും ഉപയോഗിക്കണം. ഇന്ന് എടുത്ത അവസരം നാളെ നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ വന്നു എന്നൊന്നും വരില്ല. ഇന്നുള്ള അവസരം ഇന്ന് മാത്രമാണ്. ഇന്ന് നമ്മളെടുത്ത് ഇത്രയും സൗകര്യങ്ങളും സുഖങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് സന്തോഷിക്കണം. നാളെ നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്നൊന്നും ഉറപ്പൊന്നുമില്ലല്ലോ. പലരും അത് മനസ്സിലാക്കില്ല. എല്ലാം വരുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം സൂക്ഷിച്ച് വെക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൂടെ പോകുന്ന ആൾക്കാർ. എന്നാൽ അത് പിന്നീട് ആർക്കെങ്കിലും അത് ഉപയോഗത്തിലുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലും അത് മറ്റൊരു ആൾക്കാർക്കും അതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാവില്ല. പലരും പല സംഭവങ്ങളും അങ്ങനെ നാളെ അല്ലെങ്കിൽ അത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പലതും മാറ്റി വയ്ക്കും. ആ മാറ്റി വയ്ക്കലിലൊന്നും ഒരർത്ഥവുമില്ല. ഇന്ന് ജീവിച്ചാൽ ഇന്ന് ജീവിച്ചു, അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. നമ്മളിന്ന് ഇതെല്ലാം സൂക്ഷിച്ചൊക്കെ വെച്ച് നമ്മൾ പോയി ഇന്ന് രാത്രി കടന്നുറങ്ങി രാവിലെ എണീക്കുന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ചില ആൾക്കാരൊക്കെ എന്താണ് ഡ്രസ്സൊക്കെ കുറേ വാങ്ങി വയ്ക്കും കേട്ടോ. അതൊന്നും അവർ ആ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ അല്ലെങ്കിൽ വേറെ ആ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവരതൊന്നും ഉപയോഗിക്കില്ല. അവിടെ
ചിലപ്പോൾ ആ ഫംഗ്ഷന് പോവാൻ എന്തെങ്കിലും സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആ അവസരം പോയി കിട്ടിയില്ലേ. അവരെപ്പോഴും ആ ഡ്രസ്സ് അവിടെ സൂക്ഷിച്ച് വയ്ക്കും. അല്ല, ഇനി അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ അന്ന് പോകുമ്പോൾ ഇടാമെന്ന് വെച്ചിട്ട്. ഇങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഒരു കല്യാണത്തിന് പോകുമ്പോൾ മാത്രമൊന്നും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് പോകുമ്പോൾ മാത്രമൊന്നുമല്ല, നമുക്ക് വെറുതെ നമ്മുടെ വീട്ടിലൊന്ന് നമുക്കത് ആഗ്രഹം ഉണ്ടെങ്കിലൊന്ന് പിന്നെ ഇട്ട് നോക്കാം. നമ്മുടെ ആഗ്രഹമാണ് അത് ഇടണം എന്നൊരാഗ്രഹം നമുക്കുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വേണമെന്നൊന്നുമില്ല. നമുക്ക് അത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കത് അത് ഇട്ട് നോക്കിയിട്ട് ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടാണോ, നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ ഒരാഗ്രഹത്തിന് നമുക്കത് ചെയ്യാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരട്ടെ അപ്പോഴേ ഇടുള്ളൂ, അല്ലെങ്കിൽ അപ്പോഴേ അത് ഉപയോഗിക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കുറേ ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ചുള്ള കുട്ടികൾ അവരൊന്നും അങ്ങനെയല്ല കേട്ടോ. അവരൊക്കെ എന്ത് കിട്ടിയാലും അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരാണ് ഇപ്പോഴുള്ള കുട്ടികളൊക്കെ. ഇത് കുറച്ച് മുൻപുള്ള ആൾക്കാരുടെ ഒരു ക്യാരക്ടറാണ്. എന്ത് കിട്ടിയാലും സൂക്ഷിച്ച് വയ്ക്കും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എത്ര തവണ അങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ ഫംഗ്ഷന് പോകണം എന്നുള്ള കാര്യം. പക്ഷെ എന്തെങ്കിലും സാഹചര്യത്തിൻ്റെ തടസ്സം കൊണ്ട് അതിന് പോകാൻ സാധിക്കാത്ത എത്ര പേരുണ്ടാവും. നമ്മൾ ഡ്രസ്സ് വരെ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് ആ സംഭവത്തിന് പോകണം. താൽക്കാലികമായി അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് നമുക്ക് ആ ഫംഗ്ഷന് പോകാൻ പറ്റാതെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളപ്പോൾ വിചാരിക്കുക എന്താണ്, നമുക്ക് അടുത്ത സംഭവം വരുമ്പോൾ അപ്പോൾ ഉപയോഗിക്കാം, അപ്പോൾ അത് ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ ഇങ്ങനെയാണ് ജീവിതത്തിലെ കാര്യങ്ങൾ പോണത്. നമ്മൾ നാളേക്ക് എന്ന് എന്ത് വിചാരിക്കണോ ആ സംഭവം നമുക്ക് നടക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ കാര്യമായിരിക്കും ചിലപ്പോൾ നടക്കാതിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒന്നും നാളത്തേക്ക് എന്ന് വിചാരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് തന്നെ ഇരിക്കും. നമുക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടോ, നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാനും ഇന്ന് തന്നെ അത് അനുഭവിക്കാനും വിചാരിക്കണം. നാളത്തേക്ക് എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു സ്വപ്നം മാത്രമായിട്ട് മാറും. നാളെ എന്നുള്ളതൊരു സ്വപ്നം മാത്രമാണ്. സംഭവിച്ചാൽ മാത്രമല്ലേ സംഭവിക്കുള്ളൂ. സ്വപ്നം അങ്ങനെയല്ലേ. സ്വപ്നത്തിൽ നമ്മൾ പലതും കാണും, പക്ഷെ അതൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാറ്റി വെച്ചത് തന്നെ ആയിരിക്കും. അവനവൻ ഉപയോഗിക്കാനോ അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ഉപയോഗപ്പെടുത്താതെ ഇരിക്കുകയോ ചെയ്താൽ അതൊരു നഷ്ടം മാത്രമായിരിക്കും. നമ്മുടെ ജീവിതം നമ്മുടേതാണ്. അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെന്നും മാറ്റി വയ്ക്കപ്പെട്ടത് മാത്രമായിരിക്കും. നമ്മൾ ഇന്നിന് വേണ്ടി ജീവിക്കുക, നാളേക്ക് വേണ്ടിയല്ല. ഇന്നെന്തോ അതാണ് നമ്മുടെ ജീവിതം. നമുക്ക് ഇന്ന് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല, അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അത് നാളെ ആവാം, മറ്റന്നാളാവാം. അങ്ങനെയൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോൾ അതൊരു മാറ്റി വയ്ക്കൽ മാത്രമായിട്ട് മാറും. അതേമാതിരി തന്നെയാണ് ജീവിതവും. കാരണം ഇന്ന് ജീവിച്ചാൽ ഇന്ന് ജീവിച്ചു. നമുക്ക് ഒന്നിനും ഒരു 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നാളെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നാളെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അതിനൊന്നൊരു സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ലൈഫിൽ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ വരുന്നു എന്ന് വിചാരിച്ചാലും അത് അപ്പോൾ എങ്ങനെയെന്ന് വിചാരിച്ചാൽ അതിൻ്റെ രൂപത്തിൽ അതങ്ങോട്ട് സാധിച്ചു പോകുക എന്നല്ലാതെ ഒന്നും പിന്നത്തേക്കെന്ന് വെച്ച് മാറ്റി വയ്ക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളൊക്കെ ഇന്നുണ്ടെങ്കിൽ ഇന്ന് അത്ര തന്നെയുള്ളൂ. നാളെ നമുക്ക് ആ സുഖം അനുഭവിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ ഒരു കാര്യത്തിനും പിന്നീട് എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കാതെ അപ്പോൾ വരുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് അത് അതിൻ്റെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.